നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ചുരുങ്ങിയത് 10 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുന്ന ഫെഡറൽ നിയമ ഭേദഗതി UAE പ്രഖ്യാപിച്ചു. തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലുള്ള തൊഴിൽ ബന്ധങ്ങളുടെ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ഫെഡറൽ നിയമത്തിലെ പ്രത്യേക വ്യവസ്ഥകളാണ് ഭേദഗതി ചെയ്തത്. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഒരു തൊഴിലാളിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയോ ജോലിക്ക് കൊണ്ടുവന്ന ശേഷം തൊഴിൽ നൽകാതിരിക്കുന്ന തൊഴിലുടമകൾ, തൊഴിലാളികളുടെ അവകാശം തീർപ്പാക്കാതെ ബിസിനസ് അവസാനിപ്പിക്കുന്ന തൊഴിലുടമകൾ, നിയമം ലംഘിച്ച് പ്രായപൂർത്തിയാകാത്തവരെ നിയമിക്കുന്ന തൊഴിൽദാതാക്കൾ, നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന തൊഴിലുടമകൾ, തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ മാനവ വിഭവശേഷി സ്വദേശീയവൽക്കരണ മന്ത്രാലയത്തിന്റെ തീരുമാനത്തോടെ വിയോജിപ്പുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണമെന്നും നിയമം അനുശാസിക്കുന്നു. ദുബായ് ഇമിഗ്രേഷൻ എന്റെ ശക്തമായ പാസ്പോർട്ട് എന്ന പേരിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ദുബായ് വേൾഡ് സെന്ററിൽ നടക്കുന്ന മോദേശ് വേൾഡിന്റെ പ്രവർത്തനങ്ങളിൽ ദുബായ് ഇമിഗ്രേഷനും പങ്കെടുത്തു. ലോകത്തെ ശക്തമായ പാസ്പോർട്ടുകളിൽ ഒന്നായ എമിറാത്തി പാസ്പോർട്ടിന്റെ പ്രാധാന്യവും പദവിയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എന്റെ ശക്തമായ പാസ്പോർട്ട് എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടുകൂടിയാണ് പരിപാടി നടന്നത്. ചടങ്ങിൽ സ്വദേശികളും വിദേശികളുമായ നിരവധി കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. UAE പാസ്പോർട്ടിന്റെ പ്രാധാന്യം, അതിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ കുട്ടികളുടെ പാസ്പോർട്ട് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിൽ ഭേദഗതി വരുത്തി UAE. ഭേദഗതിക്കനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കലിനും തീവ്രവാദ നിയമവിരുദ്ധ സംഘടനകൾക്ക് ധനസഹായം നൽകുന്നതിനെതിരെ ഒരു ദേശീയ കമ്മിറ്റിക്ക് രൂപം നൽകും. അതോടൊപ്പം ഈ കാര്യത്തിലെ ദേശീയ നയങ്ങളുടെ മേൽനോട്ടം നിർവഹിക്കുന്നതിനായി സുപ്രീം കമ്മിറ്റിയും രൂപവൽക്കരിക്കും. ദേശീയ കമ്മിറ്റി നടപ്പാക്കുന്ന നയങ്ങളുടെയും നടപടികളുടെയും ഫലപ്രാപ്തി സുപ്രീം കമ്മിറ്റിക്ക് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിക്കലിനെയും തീവ്രവാദ ഫണ്ടിങ്ങിനെതിരെയും രാജ്യത്ത് നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമം പാലിപ്പിക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ട 32 പ്രാദേശിക സ്വർണ്ണ ശുദ്ധീകരണശാലകളുടെ ലൈസൻസ് കഴിഞ്ഞ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിയമം നടപ്പിലാക്കുന്നത് അധികൃതർ ഉറപ്പുവരുത്തുന്നുണ്ട്. AI കാരണം പണി പോയി. 12,500 ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടു പ്രമുഖ ലാപ്ടോപ്പ് കമ്പനി ഡെൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ ജീവനക്കാരുടെ എണ്ണം വീണ്ടും ഗണ്യമായി കുറച്ചു ഡെൽ. 16,000 ജീവനക്കാരെയാണ് ഇത്തവണ അമേരിക്കൻ ടെക്നോളജി കമ്പനി പിരിച്ചുവിട്ടത്. ഡെല്ലിന്റെ രണ്ടാം ഘട്ട പിരിച്ചുവിടലാണിത്. 12,500 പേരോളം പുറത്താക്കൽ നടപടിക്ക് വിധേയരായെന്നാണ് റിപ്പോർട്ട്. കമ്പനിയുടെ മൊത്തം ജീവനക്കാരിൽ 10% വരും ഇത്. പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന്റെയും AI സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടിയെന്നാണ് കമ്പനിയുടെ വിശദീകരണം. തൊഴിൽ നഷ്ടമായ ജീവനക്കാർക്ക് ചില പിരിച്ചുവിടൽ പാക്കേജുകളും കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുട്ടികളെ വാഹനത്തിൽ ഒറ്റയ്ക്കിരുത്തി ലോക്ക് ചെയ്തു പോകരുത്. വീണ്ടും മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. നിങ്ങളുടെ കുട്ടിയുടെ സുരക്ഷയ്ക്കായി കുട്ടിയുടെ വാഹനത്തിൽ ഒറ്റയ്ക്കിരുത്തി ലോക്ക് ചെയ്തു പോകരുതെന്ന് മാതാപിതാക്കൾക്ക് വീണ്ടും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. വാഹനം ലോക്ക് ചെയ്തതിനു മുമ്പ് എല്ലായ്പ്പോഴും പിൻസീറ്റുകൾ 2 തവണ പരിശോധിക്കണമെന്നും ദുബായ് പോലീസ് പറഞ്ഞു. 2 വയസ്സുകാരനെ കാറിന്റെ സീറ്റിലിരുത്തി പുറത്തിറങ്ങിയ അമ്മ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം തിരികെ വന്നപ്പോൾ കാർ തുറക്കാനാവാതെ വന്നതും ഇത്തരത്തിലുണ്ടായ ഒട്ടനവധി സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് തിരികെ വരാം എന്ന് കരുതി കുഞ്ഞിനെ കാറിൽ തന്നെ ഇരുത്തിപ്പോയതായിരുന്നു അമ്മ. ഒടുവിൽ പോലീസ് എത്തിയ കുട്ടിയെ രക്ഷിച്ചത്. കാറിനുള്ളിൽ കുട്ടി അകപ്പെട്ടു പോരുന്നെങ്കിൽ ശ്വാസതടസ്സം നേരിട്ട് ഒരു പക്ഷേ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ദുബായ് പോലീസ് പറഞ്ഞു. ഭർത്താവിന്റെ രോഗവിവരം അറിഞ്ഞ് ഭാര്യയും മക്കളും റിയാദിലേക്ക് തിരിച്ചു. എന്നാൽ അവർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ പ്രവാസി മരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ ആനമ്മങ്ങാട് സ്വദേശി തൈക്കോട്ടിൽ വീട്ടിൽ ഉമ്മറാണ് മരിച്ചത്. റിയാദ് ആസ്റ്റർ സനദ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഉമ്മർ മരിക്കുന്നത്. ശാരീരിക അസ്വസ്ഥത കാണിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ വെച്ച് അന്ത്യം സംഭവിക്കുകയായിരുന്നു. രോഗവിവരം അറിഞ്ഞാണ് ഭാര്യ ഹലീമയും ഏകമകൾ നത ഫാത്തിമ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും റിയാദിലേക്ക് വണ്ടി കയറിയത്. എന്നാൽ അവർ എത്തുന്നതിന് മുമ്പ് ഉമ്മർ മരണപ്പെട്ടിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.